ലോകരാഷ്ട്രീയത്തെ മുൾമുനയിൽ നിർത്തിയ ആവേശകരമായ ഒരു സൈനിക നീക്കത്തിനായിരുന്നു 2026 തുടക്കം സാക്ഷ്യം വഹിച്ചത്. വെനസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ സ്വന്തം വസതിയിൽ നിന്ന് അമേരിക്കൻ കമാൻഡോകൾ തട്ടിക്കൊണ്ടുപോയി ന്യൂയോർക്കിലെ ജയിലിലടച്ച വാർത്ത ലോകത്തെ ഞെട്ടിച്ചു. അധികാരത്തിന്റെ ഗർവിലും സുരക്ഷാ വലയിലും കഴിഞ്ഞിരുന്ന ഒരു രാഷ്ട്രത്തലവനെ ഇത്തരത്തിൽ പിടികൂടാമെങ്കിൽ ലോകത്തിന്റെ മറ്റൊരു കോണിൽ സമാനമായ കുറ്റാരോപണങ്ങൾ നേരിടുന്ന വ്ളാഡിമിർ പുടിന്റെ അവസ്ഥ എന്താകും എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരുന്നു. റഷ്യ-യുക്രൈൻ യുദ്ധം 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ ചർച്ചകൾക്ക് ആക്കം കൂട്ടുന്നതായിരുന്നു യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുടെ ചില പരാമർശങ്ങൾ. എന്നാൽ ഈ ഊഹാപോഹങ്ങൾക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. വെനസ്വേലിയൻ ചരിത്രത്തിലെ ഏറ്റവും വിവാദപരമായ അധ്യായങ്ങളിലൊന്നായി മഡൂറോയുടെ അറസ്റ്റ് മാറി. മയക്കുമരുന്ന് കടത്ത്, ഭീകരവാദ പ്രവർത്തനങ്ങൾ എന്നീ കുറ്റങ്ങൾ ആരോപിച്ചാണ് അമേരിക്കൻ സൈന്യം മഡൂറോയെ പിടികൂടിയത്. അന്താരാഷ്ട്ര നിയമങ്ങളെയും പരമാധികാരത്തെയും കുറിച്ചുള്ള തർക്കങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴും അമേരിക്കയുടെ സൈനിക കരുത്തിന്റെ പ്രദർശനമായി ഈ സംഭവം വിലയിരുത്തപ്പെട്ടു. ഇതിന് പിന്നാലെയാണ് സെലൻസ്കി തന്റെ പ്രതികരണം അറിയിച്ചത്. ഏകാധിപതികളെ ഇത്തരത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടതെങ്കിൽ അടുത്തതായി എന്ത് ചെയ്യണമെന്ന് അമേരിക്കയ്ക്ക് കൃത്യമായി അറിയാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. പുടിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി വാറണ്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ യുക്രൈൻ പ്രസിഡന്റിന്റെ വാക്കുകൾ റഷ്യൻ ഭരണകൂടത്തെ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് വ്യക്തമായിരുന്നു. 2 ദശാബ്ദത്തിലേറെയായി റഷ്യയെ അടക്കി ഭരിക്കുന്ന പുടിനെതിരെ ഇത്തരമൊരു നീക്കം അമേരിക്ക നടത്തുമോ എന്ന ചോദ്യം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഏറ്റെടുത്തു. പ്രത്യേകിച്ച് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം റഷ്യയുമായുള്ള ബന്ധത്തിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിച്ചിരുന്നവർക്ക് മഡൂറോയുടെ അറസ്റ്റ് ഒരു പുതിയ സൂചനയാണ് അനുഭവപ്പെട്ടത്. എന്നാൽ റഷ്യ എന്നത് വെനസ്വേലയല്ലെന്നും ലോകത്തിലെ ഏറ്റവും വലിയ ആണവായുധ ശേഖരമുള്ള ഒരു രാജ്യത്തിന്റെ തലവനെ തൊടുന്നത് 3ാം ലോക യുദ്ധത്തിലേക്ക് വഴിമരുന്നിടുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകി. ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിൽ പ്രമുഖരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെയാണ് ട്രംപ് ഈ വിഷയത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. പുടിനെ പിടികൂടാൻ മഡൂറോ മോഡൽ സൈനിക ഓപ്പറേഷൻ ആവശ്യമുണ്ടോ എന്ന ചോദ്യത്തിന് അതിൻ്റെ ആവശ്യമില്ല എന്നായിരുന്നു ട്രംപിന്റെ മറുപടി. പുടിന്റെ പെരുമാറ്റത്തിൽ തനിക്ക് വലിയ നിരാശയുണ്ടെന്ന് തുറന്നു പറഞ്ഞ ട്രംപ് പക്ഷേ അദ്ദേഹവുമായുള്ള തന്റെ ബന്ധം മോശമല്ലെന്നും കൂട്ടിച്ചേർത്തു. ലോകത്തിലെ 8ഓളം യുദ്ധങ്ങൾ താൻ അവസാനിപ്പിച്ചിട്ടുണ്ടെന്നും യുക്രൈൻ പ്രശ്നം വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുമെന്ന് താൻ കരുതിയിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. എന്നാൽ പ്രതീക്ഷിച്ചതിലും സങ്കീർണമായാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. ട്രംപിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അദ്ദേഹം ഒരു സൈനിക ഏറ്റുമുട്ടലിനേക്കാൾ ഉപരിയായി സാമ്പത്തികമായും തന്ത്രപരമായുമായ സമ്മർദ്ദത്തിലൂടെ റഷ്യയെ ചർച്ചാ മേശയിലേക്ക് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത് എന്നാണ്. റഷ്യയുടെ സമ്പദ് വ്യവസ്ഥ തകർച്ചയുടെ വക്കിലാണെന്നും കഴിഞ്ഞ മാസം മാത്രം 31,000-ഓളം പേർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതിൽ ഭൂരിഭാഗവും റഷ്യൻ സൈനികരാണെന്നത് പുടിന് മേലുള്ള ആഭ്യന്തര സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പുടിനെ അറസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ യുദ്ധം അവസാനിപ്പിക്കുന്നതിലാണ് മുൻഗണന നൽകേണ്ടതെന്ന് ട്രംപ് വിശ്വസിക്കുന്നു. റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായി ട്രംപ് മുന്നോട്ട് വെച്ച 28 പദ്ധതിയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. യുക്രൈന്റെ പരമാധികാരം ഉറപ്പാക്കിക്കൊണ്ട് തന്നെ റഷ്യയുടെ ആശങ്കകൾ പരിഹരിക്കുക എന്നതാണ് ഇതിന്റെ കാതൽ. യുക്രൈൻ നാറ്റോയിൽ ചേരില്ലെന്ന് ഭരണഘടനയിൽ എഴുതി ചേർക്കുക, റഷ്യ പിടിച്ചെടുത്ത മേഖലകളിൽ ഹിതപരിശോധന നടത്തുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഇതിലുണ്ട്. കൂടാതെ റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള വാഗ്ദാനങ്ങളും ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നു. റഷ്യയെ വീണ്ടും G8 കൂട്ടായ്മയിലേക്ക് തിരികെ കൊണ്ടുവരിക, ഉപരോധങ്ങൾ ഘട്ടം ഘട്ടമായി നീക്കുക എന്നിവയാണ് ട്രംപ് നൽകുന്ന വാഗ്ദാനങ്ങൾ. മഡൂറോയുടെ കാര്യത്തിൽ സൈനിക ശക്തി പ്രയോഗിച്ച ട്രംപ് പുടിന്റെ കാര്യത്തിൽ സാമ്പത്തിക നേട്ടങ്ങളെയാണ് ആയുധമാക്കുന്നത്. റഷ്യയുടെ മരവിപ്പിക്കപ്പെട്ട ആസ്തികൾ യുക്രൈന്റെ പുനർനിർമ്മാണത്തിനായി ഉപയോഗിക്കാമെന്നും അതിലൂടെ അമേരിക്കൻ കമ്പനികൾക്ക് വലിയ ലാഭമുണ്ടാക്കാമെന്നും അദ്ദേഹം കണക്കുകൂട്ടുന്നു. അതായത് പുടിനെ പിടികൂടി ജയിലിൽ അടയ്ക്കുന്നതിനേക്കാൾ അമേരിക്കയ്ക്ക് ലാഭകരം അദ്ദേഹത്തിനെ കൊണ്ട് ഒരു സമാധാന കരാറിൽ ഒപ്പുവെപ്പിക്കുക എന്നതാണെന്ന് ട്രംപ് കരുതുന്നു. 4 വർഷം പിന്നിടുമ്പോൾ യുദ്ധം ഇരു രാജ്യങ്ങൾക്കും വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പുടിൻ പിടിച്ചടക്കിയ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്തതും സെലൻസ്കി പൂർണ്ണമായും സൈനിക വിജയം ആഗ്രഹിക്കുന്നതും സമാധാന ശ്രമങ്ങൾക്ക് തടസ്സമാകുന്നു. എന്നാൽ ട്രംപിന്റെ നിരീക്ഷണത്തിൽ റഷ്യൻ ജനത യുദ്ധത്തിൽ മടുത്തു തുടങ്ങിയിരിക്കുന്നുവെന്നും വലിയ തോതിലുള്ള സൈനിക നഷ്ടം റഷ്യൻ സമൂഹത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നുണ്ടെന്നും വ്യക്തമാണ്. ഈ ദുരന്തം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് ട്രംപ് ആവർത്തിക്കുന്നു. മഡൂറോയുടെ അറസ്റ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ അമേരിക്കയുടെ ആധിപത്യം ഉറപ്പിക്കാൻ സഹായിച്ചെങ്കിൽ പുടിനെതിരെയുള്ള നീക്കം ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ പുടിനെ അറസ്റ്റ് ചെയ്യുക എന്ന വൈകാരികമായ തീരുമാനത്തെക്കാൾ റഷ്യയെ ലോകക്രമത്തിന്റെ ഭാഗമായി നിലനിർത്തിക്കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുക എന്ന പ്രായോഗിക ബുദ്ധിയാണ് ട്രംപ് പ്രകടിപ്പിക്കുന്നത്. വ്ളാഡിമിർ പുടിൻ ഒരു മഡൂറോ ആകില്ലെന്ന് ട്രംപിന്റെ വാക്കുകൾ ഉറപ്പു നൽകുന്നു. എങ്കിലും റഷ്യയ്ക്ക് മേലുള്ള സമ്മർദ്ദം കുറയ്ക്കാൻ പോകുന്നില്ല.
സൈനികമായ നീക്കങ്ങളില്ലെങ്കിലും സാമ്പത്തികമായി റഷ്യയെ ശ്വാസം മുട്ടിച്ചുകൊണ്ട് തന്റെ സമാധാന കരാറിന് വഴങ്ങാൻ പുടിനെ നിർബന്ധിക്കുകയാണ് ട്രംപിന്റെ തന്ത്രം. സെലൻസ്കിയുടെ ആഗ്രഹങ്ങൾക്കും പുടിന്റെ പിടിവാശികൾക്കും ഇടയിൽ ഒരു മധ്യസ്ഥനായി നിന്നുകൊണ്ട് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ യുദ്ധത്തിന് അന്ത്യം കുറിക്കാൻ ട്രംപിന് കഴിയുമോ എന്നത് വരും മാസങ്ങളിൽ വ്യക്തമാകും. ലോകമിപ്പോൾ ഉറ്റുനോക്കുന്നത് സൈനിക നീക്കങ്ങളിലേക്കല്ല, മറിച്ച് വൈറ്റ് ഹൗസിൽ നിന്ന് പുറത്തു വരാനിരിക്കുന്ന നയതന്ത്ര തീരുമാനങ്ങളിലേക്കാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.